അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. ഒരു നോമ്പുകാരൻ്റെ വായ്നാറ്റം സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കുറേ നേരം ഇങ്ങനെ പോകുമ്പോൾ വായ്നാറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലൂഫു ഫമി സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരുന്നൊരു വായ്നാറ്റം, അങ്ങനെ പറഞ്ഞാൽ അത് നാട്ടിച്ച് നടക്കണമെന്നല്ല, സ്വാഭാവികമായും നമുക്ക് ഓരോ വുളൂഇൻ്റെ സമയത്തും മറ്റൊക്കെ വായു വൃത്തിയാക്കാം, അതിൽ സംശയമില്ല. പക്ഷേ സ്വാഭാവികമായും അങ്ങനൊരു ന്യൂനത വന്നാൽ തന്നെയും അത് അള്ളാഹു എടുക്കുന്നതിൻ്റെ അള്ളാഹു അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്യബു മിൻ റീഹിൽ മിസ്ക്, കസ്തൂരിയേക്കാൾ മണമുള്ളതായിരിക്കുമെന്നാണ്. അപ്പോൾ ഒരു നോമ്പുകാരന് വരുന്ന ന്യൂനതയെപ്പോലും വളരെ മനോഹരമായാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ളൊരു സന്തോഷം. സ്വാഭാവികമായും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിശപ്പും ദാഹമൊക്കെ സഹിച്ച് വെള്ളം കുടിക്കുമ്പോൾ ആ വിശപ്പ് മാറിക്കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അതെല്ലാവരും അനുഭവിക്കും. പക്ഷെ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമതൊരു സന്തോഷം അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ ഉണ്ടാകുന്ന സന്തോഷം. അത് നോമ്പ് കാലത്ത് പുണ്യം കൊണ്ട് നോമ്പിനെ നന്നാക്കിയ, തിന്മകളെ മാറ്റി നിർത്തി നോമ്പ് കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവർ, അവർക്ക് മാത്രമാണ് നോമ്പ് കൊണ്ട് അള്ളാഹുവിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവുക. നമ്മൾ അതിനാണ് പരിശ്രമിക്കേണ്ടത്. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.